എല്ലാവർക്കും യു കെ എനർജി സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ടെക്നിക്കലാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്കുകൾ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡിനകത്തുള്ള മെത്തേഡുകളൊക്കെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ തിയറിയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രോബ്ലവും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് അതിനകത്തുള്ള ഡിസ്കൗണ്ടിങ് മെത്തേഡ് അല്ലെങ്കിൽ മോഡേൺ മെത്തേഡ് എന്നുള്ള കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ആ മോഡേൺ മെത്തേഡിനകത്ത് ഉള്ള ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചാനലിനകത്ത് പ്രത്യേകമായിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ളത്. അതിനകത്ത് നമുക്ക് ഓർഡറായിട്ട് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. എല്ലാ ക്ലാസ്സുകളും ഓർഡറിൽ തന്നെ കാണാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണിത്. അപ്പോൾ അതിനകത്ത് മോഡേൺ മെത്തേഡിനകത്തുള്ള ഒരു മെത്തേഡാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇന്ന് പറയുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ NPV ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ തിയറിയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രോബ്ലം, അതിനകത്ത് ചെയ്യുന്ന രണ്ട് മെത്തേഡുകൾ, ക്യാഷ് ഫ്ലോ ഈക്വൽ ആയിട്ടുള്ള സന്ദർഭങ്ങൾ, ഈക്വൽ അല്ലാത്ത സന്ദർഭം, അങ്ങനെയുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യും. ഈ ചാനലിലൂടെ എല്ലാ ദിവസവും കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. പരമാവധി നിങ്ങൾക്കത് ഉപകാരമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ ഭാഗത്തോട്ട് കടക്കാം. NPV നോക്കാം. എന്താണ് NPV എന്നുള്ളത് നോക്കാം. NPV അഥവാ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത് NPV മെത്തേഡിനകത്ത് ഡിസ്കൗണ്ടിങ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ടു പ്രസൻറ്റ് വാല്യൂസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കൗണ്ടിങ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്കൗണ്ടിങ്, കോമ്പൗണ്ടിങ് എന്നുള്ള ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്കൗണ്ട് ചെയ്യുന്നു. ഭാവിയിൽ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ, ഭാവിയിൽ കിട്ടാൻ പോകുന്ന ക്യാഷ് ഇൻഫ്ലോൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഡിസ്കൗണ്ട് ചെയ്യുന്നു. ഇതിലേക്ക് പ്രസൻറ്റ് വാല്യൂയിലേക്ക് ഡിസ്കൗണ്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡിനകത്ത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോസ് ഈസ് കമ്പയർഡ് എഗെയിൻസ്റ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഔട്ട്ഫ്ലോസ്. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു 10,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു പ്രൊജക്റ്റിനകത്ത് നമുക്ക് 3,000 രൂപയുടെ റിട്ടേൺ നമുക്ക് അതിനകത്ത് നിന്ന് ഓരോ വർഷവും കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ വർഷം കിട്ടുന്ന 3,000 രൂപയുടെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് അടുത്തതിൻ്റെ പ്രസൻറ്റ് വാല്യൂ, നെക്സ്റ്റ് ഇയറിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഇയർ കൂടുമ്പം അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരില്ലേ? അപ്പോൾ അത് നമുക്കത് ആ ഒരു ഭാഗമാണ് നമ്മളിവിടെ പറയുന്നത്. ഓരോ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോൻ്റെയും പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു പ്രൊജക്റ്റിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റിനെയാണ് നമ്മളത് വിളിക്കുന്നത് ക്യാഷ് ഔട്ട്ഫ്ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോവും ക്യാഷ് ഇൻഫ്ലോവും തമ്മിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഈസ് കോൾഡ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ. അതായത് ക്യാഷ് ഇൻഫ്ലോൻ്റെ പ്രസൻറ്റ് വാല്യൂ, അതുപോലെ തന്നെ ക്യാഷ് ഔട്ട്ഫ്ലോൻ്റെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്നുള്ളത്. നമുക്ക് ഈ ഒരു തിയറി ഭാഗങ്ങൾ പറയുമ്പം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം തിയറി ഭാഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആ ഒരു ഐഡിയ, ആ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാവും. In other words, the cash inflow and present value of cash outflow, the cash inflow and present value of cash outflow is called നെറ്റ് പ്രസൻറ്റ് വാല്യൂ. അതായത് ക്യാഷ് ഇൻഫ്ലോൻ്റെ ക്യാഷ് ഇൻഫ്ലോസും അതുപോലെ തന്നെ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോസിനെ ആ ഒരു ഡിഫറൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? നെറ്റ് NPV അല്ലെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇൻ അതർ വേർഡ്സ് ദ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൂസ് പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത് എന്താണ്? സെയിം ആണ്. അവിടെ അത് എഴുതിയ കാര്യം മനസ്സിലായിട്ടുണ്ടാകുന്നിരിക്കുന്നത്. അതായത് നമ്മളൊരു പ്രൊജക്റ്റിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു 50,000 രൂപയാണ് ആ ഒരു പ്രൊജക്റ്റിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പോൾ 50,000 രൂപ നമ്മൾ ഈ ഒരു വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത് എന്ത് തന്നെയായിരിക്കും? 50,000 തന്നെയായിരിക്കും. 50,000 തന്നെയായിരിക്കും അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത്.
പക്ഷേ അതിൽ നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഇപ്പോൾ ഒരു 10,000 രൂപയാണ് റിട്ടേൺ കിട്ടുന്ന 7 കൊല്ലം നമുക്ക് അതിൽ റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ ആ 10,000 രൂപയുടെ ഒന്നാമത്തെ കൊല്ലത്തുള്ള പ്രസൻറ്റ് വാല്യൂ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന 10,000 രൂപയുടെ ഇപ്പോഴത്തെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഈ 2 വർഷം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ പ്രസൻറ്റ് വാല്യൂ എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടേബിൾ വാല്യൂ എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കൗണ്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫോർമുല അങ്ങനെയൊന്നും അപ്ലൈ ചെയ്യേണ്ടി വരില്ല. കാരണം നമുക്ക് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലിൻ്റെ ഒരു ടേബിൾ വെച്ചിട്ട് അതിൽ നിന്ന് വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. ഇവിടെ ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൂസ് പ്രസൻറ്റ് വാല്യൂ എന്നായിരിക്കും സെയിം ആയിരിക്കും ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ സം ഓഫ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ. ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോൻ്റെ പ്രസൻറ്റ് വാല്യൂവിന് ടോട്ടൽ. ഓക്കെ, അപ്പോൾ ആ ഒരു അതിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാഷ് ഇൻഫ്ലോ ഏതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും? സം ഓഫ് പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ബാലൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? NPV അല്ലെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നുള്ള ചിലപ്പോൾ എന്തായിരിക്കാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇപ്പോൾ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. NPV കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സം ഓഫ് പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതാണെന്ത് പറഞ്ഞാൽ NPV എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ അത് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. ഇപ്പോൾ NPVയുടെ ഫിഗർ എന്നുള്ളത് പോസിറ്റീവ് ആണ് എങ്കിൽ അവിടെ ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളത് ഡിസ്കൗണ്ട് റേറ്റിനേക്കാൾ കൂടുതലാണ്. ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളതാണ് ഡിസ്കൗണ്ട് റേറ്റിനേക്കാൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ചിലപ്പോൾ NPV എന്നുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് മോർ ദാൻ ഡിസ്കൗണ്ട് റേറ്റ്. അതുപോലെ തന്നെ NPV എന്നുള്ളത് നെഗറ്റീവ് ആണ് എങ്കിൽ, NPVയുടെ വാല്യൂ എന്നുള്ളത് നെഗറ്റീവ് ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് ഈസ് നോട്ട് ഈവൻ കവർ ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പോലും ആ ഒരു പ്രൊജക്റ്റ് എന്നുള്ളത് കവർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അതുകൊണ്ട് ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ലെസ് ദാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളതാണ് ഡിസ്കൗണ്ട് റേറ്റിനേക്കാൾ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ NPV ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് ഇസ് നോട്ട് ഈവൻ കവറിങ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പോലും എന്ത് ചെയ്യുന്നില്ല, കവർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ദ ഡിസ്കൗണ്ട് റേറ്റ് ഫോർ ഒബ്റ്റെയിനിങ് ദ പ്രസൻറ്റ് വാല്യൂ ഇൻ സം ഡിസയേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് മേ ഈക്വൽ ടു ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് നമ്മുടെ പ്രസൻറ്റ് വാല്യൂവിൻ്റെ ആ ഡിസ്കൗണ്ട് റേറ്റ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഡിസ്കൗണ്ട് റേറ്റ് എന്നുള്ളത് ഏതിന് ഈക്വലൻ്റാണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് ഈക്വലൻ്റാണ്. ഇഫ് ഡിസ്കൗണ്ട് റേറ്റ് റെപ്രസെൻറ്റ് ദ കമ്പനീസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ദെൻ NPV റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് റിട്ടേൺ ടു കമ്പനി ഷെയർ ഹോൾഡേഴ്സ് ഓവർ ആൻഡ് അബോവ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള റിട്ടേൺസ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് റിട്ടേണിനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? NPV എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആസ് എ റിസൾട്ട് ഇറ്റ് മേ സേ ദാൻ പോസിറ്റീവ് NPV ആണ് കോൺട്രിബ്യൂട്ട് ദ വെൽത്ത് ടു ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. പോസിറ്റീവ് NPV ആണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആ NPV കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം NPV എന്ന് പറഞ്ഞാൽ ദ ക്യാഷ് ഔട്ട്ഫ്ലോ ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ സം ഓഫ് പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ. ക്യാഷ് ഇൻഫ്ലോൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓരോ വർഷത്തെയും പ്രസൻറ്റ് വാല്യൂ എഴുതിയിട്ട് അത് കൂട്ടിയിട്ട് ടോട്ടൽ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോൻ്റെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, ക്യാഷ് ഔട്ട്ഫ്ലോ അതാണെന്ന് പറഞ്ഞാൽ NPV എന്നുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് പോസിറ്റീവ് NPV ആയിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്കിതിൻ്റെ പ്രോബ്ലം പാർട്ടൊക്കെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുക പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്നുള്ള പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ എന്നുള്ള പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിൽ നിന്ന് കുറച്ചിട്ടാണ് നമ്മൾ NPV എന്നുള്ളത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിൻ്റെ ആ ഒരു പ്രൊസീജിയർ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഐഡിയ ഒന്നുകൂടി നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ ഈ NPVയുടെ കാൽക്കുലേഷന് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ കമ്പ്യൂട്ടേഷൻ പ്രൊസീജിയറിലേക്ക് നമുക്ക് കിടക്കാം.
അതിനകത്ത് എൻ പി വി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയറാണ് പറയുന്നത്. ആദ്യം എന്താണ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത്. മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ള ഒന്നാമത്തെ അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട്. മിനിമം റേറ്റ് ഉദ്ദേശിക്കുന്നത് ടു ഡിസ്കൗണ്ട് ദ ക്യാഷ് ഫ്ലോ അറ്റ് എ മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഷുഡ് ബി സെലക്റ്റഡ്. ഇറ്റ്സ് ജനറലി ദ ഫേംസിൻ്റെ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും. അതല്ലെങ്കിൽ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് ഇൻവെസ്റ്റർ എക്സ്പെക്റ്റഡ് ഫ്രം ദ ഫേം ടു ഏൺ ഓൺ ദ പ്രൊപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രൊപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് മുകളിൽ ഇൻവെസ്റ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഫേമിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാദ്യം ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. ആ മിനിമം റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നീട് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ അതോടൊപ്പം തന്നെ ക്യാഷ് ഔട്ട്ഫ്ലോൻ്റെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നത്. ഈ മിനിമം റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോവും അതുപോലെ തന്നെ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോവും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അത് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ പ്രൊജക്റ്റ് ഇസ് മെയ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ്. ദ കോസ്റ്റ് ഇറ്റ് സെൽഫ് ഈസ് ദ പ്രസൻറ്റ് വാല്യൂ. അതായത് നമ്മുടെ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രൊജക്റ്റിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് ഇയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത് തന്നെയായിരിക്കും 1 lakh തന്നെയായിരിക്കും എന്നാണ് അവർ പറഞ്ഞതിൻ്റെ മീനിങ് എന്നുള്ളത്. നമുക്കൊന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഇനി ദ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഫ്ലോ ഫോർ ദ ഡിഫറൻറ്റ് ഇയേഴ്സ് കാൽക്കുലേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ഫോർമുല. അപ്പോൾ ഇവിടെ ഒരു ഫോർമുല പറഞ്ഞിട്ടുണ്ട്. നമുക്കത് അത്രത്തോളം ഈ ഒരു ഫോർമുല നമുക്ക് വേണ്ടി വരുമെന്ന് തോന്നില്ല. കാരണം നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പലപ്പോഴും ഈ പ്രസൻറ്റ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് ടേബിൾ വെച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. ഇപ്പോൾ പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത് പ്രസൻറ്റ് വാല്യൂ ഫോർ n ഇയേഴ്സ് എന്നുള്ളത് ഇപ്പോൾ നമുക്കത് എന്താണ് ഇത്ര 10 വർഷം അല്ലെങ്കിൽ 7 വർഷം അതിൻ്റെ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ ബന്ധപ്പെട്ടുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. ഒന്നാം ഫോർമുല ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡിസ്കൗണ്ട് ഫാക്ടറാണ്, ഇൻട്രസ്റ്റ് റേറ്റാണ്. ഡിസ്കൗണ്ട് ഫാക്ടർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റാണ് ഈ 6 എന്നുള്ളത്. n എന്താണ് നമ്പർ ഓഫ് ഇയേഴ്സാണ് n എന്ന് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇവിടെ പറഞ്ഞത് ഇൻ പ്രാക്ടീസ് ദ പ്രസൻറ്റ് വാല്യൂ ആർ നോട്ട് കമ്പ്യൂട്ടഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ദ എബവ് ഫോർമുല. ഇനി പ്രസൻറ്റ് വാല്യൂ ടേബിൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലിൻ്റെ അകത്തുള്ള ടേബിളുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഉണ്ട്. അതിനകത്ത് പ്രസൻറ്റ് വാല്യൂ ടേബിൾ എന്നുണ്ട്. ആ പ്രസൻറ്റ് വാല്യൂ ടേബിൾ വെച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഫോർമുല വെച്ചുകൊണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ നിന്ന് അതിൽ നോക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫോർമുല പഠിക്കണമെന്ന് അത്ര നിർബന്ധമില്ല. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്താണ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ ഫോർ ദ കൺസേൺഡ് പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റുമായി കൺസേൺഡ് പീരീഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസ്കൗണ്ട് ഫാക്ടർ ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഡിസ്കൗണ്ട് ഫാക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു 20,000 രൂപ നമ്മളൊരു ഡിസ്കൗണ്ട് റേറ്റിൽ ഒരു 10% ഡിസ്കൗണ്ട് റേറ്റിൽ ഒരു 2 വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന അതിൽ നിന്ന് അതിൻ്റെ 1 രൂപയുടെ വാല്യൂ ആണ് ഈ ഡിസ്കൗണ്ട് ഫാക്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1 രൂപയ്ക്ക് 15% ഡിസ്കൗണ്ട് റേറ്റിൽ ഇപ്പോൾ 2-3 വർഷം കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റേറ്റ് എത്രയാണ്? അത് ചിലപ്പോൾ എന്തായിരിക്കും 1 രൂപ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ എന്താണ് 0.8 അല്ലെങ്കിൽ 0.7 ആ ഒരു എമൗണ്ട് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വാല്യൂ എന്നുള്ളത് ടേബിളിനകത്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച വാല്യൂ ആണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ദ പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യുന്നു. പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടായിരുന്നു എന്താണ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ദ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ മൈനസ് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് എന്ന് പറഞ്ഞാൽ NPV അല്ലെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത്. അങ്ങനെ നമുക്ക് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ എന്താണ് NPV ആയിട്ട് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതാണ് പോസിറ്റീവ് ആണെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിന്, കാരണം പോസിറ്റീവ് ആണെങ്കിലാണ് നല്ലത് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസിഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ സെലക്ഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിൻ്റെ ഡിസിഷൻ റൂൾ കൂടി നോക്കിയിട്ട് നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം.
ഇൻ കേസ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ അൾട്ടർനേറ്റീവ് പ്രൊജക്റ്റ് ആണ് എങ്കിൽ ദർ ഓൺലി വൺ പ്രൊജക്റ്റ് ഈസ് ടു ബി സെലക്റ്റഡ്. ഒരു പ്രൊജക്റ്റ് മാത്രം സെലക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം, അതാണ് എന്ത് പറഞ്ഞാൽ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ അൾട്ടർനേറ്റീവ് പ്രൊജക്റ്റ് എന്നുള്ളത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ദ പ്രൊജക്റ്റ് വിച്ച് ഹാസ് ഹയസ്റ്റ് പോസിറ്റീവ് NPV എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം എക്സ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഉണ്ട്, വൈ എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഉണ്ട്. എക്സിൻ്റെയും നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു, വൈൻ്റെയും അതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ഇൻവെസ്റ്റിനകത്താണ് കൂടുതലായിട്ട് എന്താണ് NPV ഉള്ളത്, ആ ഒരു പ്രൊജക്റ്റായിരിക്കും നമ്മൾ, ആ ഒരു പ്രൊജക്റ്റുമായിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതാണ് ഇവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഡിസിഷൻ റൂൾ അല്ലെങ്കിൽ ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് എങ്കിൽ നമ്മൾ അവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ പോസിറ്റീവായിട്ടുള്ളതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, നെഗറ്റീവാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ പിന്നെ എടുക്കുന്നില്ല, അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പോസിറ്റീവ് NPV ആണ് ഇതിനോട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. എക്സാമ്പിൾ നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം, കാരണം ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിനകത്ത് ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 പ്രൊജക്റ്റാണ് ഉള്ളത്, പ്രൊജക്റ്റ് എയും പ്രൊജക്റ്റ് ബിയും. ഓക്കെ, പ്രൊജക്റ്റ് എ ഉണ്ട്, അതുപോലെ തന്നെ പ്രൊജക്റ്റ് ബി ഉണ്ട്. അതിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ള എത്രയാണ്, 15% ആണ് അതിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ എന്നുള്ളത്. ഓക്കെ, രണ്ടിൻ്റെയും എന്താണ്, പ്രൊജക്റ്റ് എ ബിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ എന്നുള്ളത് 15% ആണ് ഡിസ്കൗണ്ട്. ഇത് ക്വസ്റ്റ്യനകത്ത് തരുന്ന കാര്യമാണ്. ഇനി ഇതിനകത്ത് എല്ലാം ഇവിടെ ഇൻഫ്ലോ എന്നുള്ള ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ 1 lakh എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 1 lakh എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പ്രൊജക്റ്റ് ബിനകത്തുമുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആണെന്ന് പറഞ്ഞാൽ 1 lakh rupees എന്നുള്ളത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഇനി പ്രൊജക്റ്റ് എൻ്റെ ഒരു എന്താണ്, ഫസ്റ്റ് ഇയറിൽ 30,000 രൂപ നമുക്കത് ഇൻഫ്ലോ കിട്ടുന്നുണ്ട്, സെക്കൻഡ് ഇയറിൽ 40,000, തേർഡ് ഇയറിൽ 40,000, ഫോർത്ത് ഇയറിൽ 30,000, ഫിഫ്ത്ത് ഇയറിൽ 30,000. അങ്ങനെയാണ് പ്രൊജക്റ്റ് എയിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്നല്ല. അതുപോലെ തന്നെ പ്രൊജക്റ്റ് ബിയിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അവിടെ എഴുതിയിട്ടുള്ളത് 20, 30, 50, 40, 30. ഓക്കെ, അങ്ങനെയാണ് അതിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്നതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള തിയറിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള എന്താണ്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണ്, 1 lakh ആണ് പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ എന്നുള്ള. ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണ്, 1 lakh ആണ്. ഈ ഒരു പ്രൊജക്റ്റിനകത്തും എത്ര തന്നെയാണ്, 1 lakh ആണ്. പ്രൊജക്റ്റ് എനകത്തും പ്രൊജക്റ്റ് ബിനകത്തും പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 lakh rupees ആണ്. ഇനി ആ ഒരു 1 lakhൽ നമ്മൾ എയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അതിനെ ഒരു വർഷം കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിന് അതിനകത്ത് റിട്ടേൺ എത്രയാണ്, 30,000 രൂപ നമുക്കതിന് റിട്ടേൺ കിട്ടുന്നുണ്ട് അല്ലേ. 30,000 രൂപയാണ് റിട്ടേൺ കിട്ടുന്നത്. ആ 30,000 രൂപയുടെ പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത് എത്രയാണ്, 26,100 ആണ്. എങ്ങനെയാണ് 26,100 കിട്ടിയിട്ടുള്ളത്, ഇവിടെ അതിന് നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ, അതായത് 15% എന്നുള്ള ഡിസ്കൗണ്ട് ഫാക്ടർ പരിഗണിച്ചിട്ട് ആ 15% ഡിസ്കൗണ്ട് ഫാക്ടറിൽ ഒരു വർഷം കഴിഞ്ഞാൽ ആ 1 രൂപയ്ക്കുള്ള മൂല്യമാണ് ഈ 0.870 എന്നുള്ളത്. 1 രൂപയ്ക്ക് ഒരു വർഷം കഴിഞ്ഞാൽ 15% ഡിസ്കൗണ്ട് ഫാക്ടർ പരിഗണിച്ചിട്ട് ഉള്ള വാല്യൂ ആണ് 0.870 എന്നുള്ളത്. അതേപോലെ തന്നെ ഈ 0.756 എന്ന് പറഞ്ഞാൽ എന്താണ്, 15% ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ചിട്ട് 2 വർഷം കഴിഞ്ഞാൽ 1 രൂപയുടെ മൂല്യമാണ് 0.756 എന്നുള്ളത്. അതേപോലെ തന്നെ 3 എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ വർഷത്തിലെ ഈ 0.658 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 രൂപയുടെ 15% ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ചിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇൻഫ്ലോ കിട്ടുന്നത്. 1 രൂപയ്ക്ക് നമുക്ക് എത്ര കിട്ടും, 0.658 എന്ന് കിട്ടും. അപ്പോൾ 1 രൂപയ്ക്ക് 0.658 ആണെങ്കിൽ 40,000 രൂപയ്ക്ക് എത്ര ആയിരിക്കും, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു വാല്യൂ എന്നുള്ള മൾട്ടിപ്പിൾ ചെയ്തിട്ട് എഴുതുന്നതാണ് നമ്മളിവിടെ ഉള്ളത്. ഓക്കെ, ഒന്ന് കൃത്യമായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ടൊന്ന് കേൾക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോളത്തിനകത്തുള്ള വാല്യൂ ഒന്ന് കിട്ടിയിട്ടുള്ളത്. പ്രൊജക്റ്റ് 2 സെപ്പറേറ്റ് ആണ് കേട്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു,
ഈ അതായത് ഈ ക്യാഷ് ഇൻഫ്ലോ എന്നുള്ളതും ഇതിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടറും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുലയാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായത്. ഈ ഒരു എമൗണ്ട് ഈ ഒരു എന്താണ് 0.875 കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം. അത് പലപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരില്ല, കാരണം എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊക്കെ ചിലപ്പോൾ എന്താണ് ബ്രാക്കറ്റിൽ നിന്ന് തന്നിട്ടുണ്ടാകും. അതുമില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ വെച്ചുകൊണ്ട് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ടേബിൾ വെച്ചുകൊണ്ട് നമ്മൾക്ക് അതിനകത്ത് നിന്ന് 15% ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ചിട്ട് എന്താണ് ഒരു വർഷത്തിന് നേരെ നോക്കിയാൽ ഈ ഒരു വാല്യൂ ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു വാല്യൂ ഇവിടത്തേക്ക് എടുത്തിടുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വാല്യൂ ആണ്. ഇനി അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 1,14,730 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എമൗണ്ട് എന്ന് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു എമൗണ്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആണെന്ന് പറഞ്ഞാൽ 1,14,730 എന്നുള്ള ഏതിൻ്റെ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ പ്രൊജക്റ്റ് ചെയ്യേണ്ട മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രൊജക്റ്റ് ചെയ്യേണ്ട ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊജക്റ്റ് ബീൻ്റെയും ചെയ്യുന്നത്. അതായത് പ്രൊജക്റ്റ് ബീൻ്റെ എന്ന് പറഞ്ഞാൽ 1,10,770 എന്നുള്ളത് പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോൻ്റെ വാല്യൂ ആണ്. പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോൻ്റെ വാല്യൂ ആണ് 1,10,770 എന്നുള്ള പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോൻ്റെ വാല്യൂ ആണ്. ഇനി അത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രസൻറ്റ് എൻ പി വി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എൻ പി വി കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് എൻ പി വി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ എന്നുള്ളത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 1,14,000 നിന്ന് ഈ 1,00,000 എന്ന് ഡിഡക്ട് ചെയ്യുന്നു. അപ്പോൾ 14,730 പ്രൊജക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ 1,10,770 നിന്ന് 1,00,000 ഡിഡക്ട് ചെയ്താൽ 10,770 ആണ് പ്രൊജക്റ്റ് ബീൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത്. ഓക്കെ, അതായത് ഈ ഒരു പ്രൊജക്റ്റിനകത്ത് ഏത് ആണ് ഏറ്റവും നല്ല പ്രൊജക്റ്റ് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ നമ്മൾ 2 ഡിസിഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ 2 ഡിസിഷൻ റൂളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നെന്താണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ അൾട്ടർനേറ്റീവ് പ്രൊജക്റ്റിനകത്ത് ഹയസ്റ്റ് എൻ പി വി ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് നിന്ന് ഹയസ്റ്റ് ആയിട്ടുള്ള എൻ പി വി ഉള്ളത് ഇതിനാണ്, പ്രൊജക്റ്റ് ചെയ്യാനകത്ത് തന്നെയാണ് ഹയസ്റ്റ് ആയിട്ടുള്ള എൻ പി വി ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിക്കുന്നു. അതാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിൻ്റെ അൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് കൂടി അതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു മെത്തേഡ് കൂടി നമുക്കൊന്ന് നോക്കാം. അൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള എന്താണ്, ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് കിട്ടുന്ന പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഓരോ വർഷങ്ങളും ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രസൻറ്റ് വാല്യൂ ആണ്. പ്രസൻറ്റ് വാല്യൂ അല്ല, ക്യാഷ് ഇൻഫ്ലോ കിട്ടുമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൊല്ലം 30,000, സെക്കൻഡ് കൊല്ലം 40,000, തേർഡ് 40,000, ഫോർത്ത് 30, അങ്ങനെ എന്താണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലോ ആണ് കിട്ടുന്നത്. ഇത് ഈക്വൽ ഇൻഫ്ലോ ആണ് എങ്കിൽ നമുക്കിതാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡാണ് ഇവിടെ താഴെ പറയുന്നത്. പ്രസൻറ്റ് വാല്യൂ ക്യാൻ ബി ഫൗണ്ട് ഈസിലി ബൈ യൂസിങ് ദ ആനുറ്റി ടേബിൾ വെച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആനുറ്റി ടേബിൾ ഇൻ എ സീരീസ് ഓഫ് ഈക്വൽ ആൻഡ് കോൺസിക്യൂട്ടീവ് ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് ഒന്നിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രസൻറ്റ് വാല്യൂ ആനുറ്റി ടേബിളിനകത്ത്, അതായത് ആനുവൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു ആനുറ്റി ഫാക്ടർ. ഈ ആനുറ്റി ഫാക്ടർ എന്നുള്ളത് നമുക്ക് ഈ ആനുറ്റി ടേബിളിനകത്ത് നോക്കിയാൽ കിട്ടുന്നതാണ് ഈ ആനുറ്റി ഫാക്ടർ എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് എങ്ങനെയാണ് ഈ ആനുറ്റി ടേബിൾ നോക്കുന്നത് എന്ന കാര്യം കൂടി പറഞ്ഞു തരാം. അപ്പോൾ ഇതിനകത്ത് എ പ്രൊജക്റ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു പ്രൊഡ്യൂസ് ദ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ 10,000. ഒരു കൊല്ലം 10,000 രൂപയുടെ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ഉണ്ട് എങ്കിൽ ഒരു നെക്സ്റ്റ് 4 കൊല്ലങ്ങളിലുണ്ടെങ്കിൽ 4 കൊല്ലങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് ഫിക്സ് ചെയ്തിട്ടുള്ള എത്രയാണ്, 10% ആണെങ്കിൽ ഈ 10% ഡിസ്കൗണ്ട് റേറ്റിൽ 4 കൊല്ലത്തേക്ക് നമ്മൾ ആനുറ്റി ടേബിൾ നോക്കിയാൽ ആനുറ്റി ടേബിളിൽ നമുക്ക് 3.17 എന്നുള്ള ഒരു ഫിഗർ കിട്ടും. അത് ആനുറ്റി ടേബിളിനകത്ത് കിട്ടുന്ന വാല്യൂ ആണത്. ആനുറ്റി ടേബിൾ എങ്ങനെയാണ് നോക്കുന്നത് പറയാം. ആനുറ്റി ടേബിൾ എടുത്ത് നോക്കിയാൽ അതിനകത്ത് 10% റേറ്റിന് 4 വർഷത്തിൻ്റെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കി കിട്ടുന്ന വാല്യൂ ആണ് 3.17 എന്നുള്ളത്. ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ പ്രസൻറ്റ് വാല്യൂ ഇപ്പോൾ എത്രയാണ്, 10,000 ഇൻറ്റു 10,000 ഇൻറ്റു 3.17. ഒരു കാര്യം വീണ്ടും പറയുന്നു, ഇതെന്താണ്, ഈക്വൽ ക്യാഷ് ഇൻഫ്ലോ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അൺഈക്വൽ ക്യാഷ് ഇൻഫ്ലോ എന്നുള്ളത് പറ്റില്ല. കാരണം അൺഈക്വൽ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു മെത്തേഡായിരിക്കും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്നുള്ളത്.
വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു മെത്തേഡ് പ്രകാരവും നമുക്ക് ചെയ്യാവുന്നതാണ്. ആൻസറിനകത്ത് വേരിയേഷൻ ഉണ്ടാവില്ല. പക്ഷേ ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3.17 ആണ് ഇവിടെയുള്ള വാല്യൂ കിട്ടുന്നത്. എന്താണ് 31,700 ആണ് ഇവിടുത്തെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ക്യാഷ് ഇൻഫ്ലോ എന്നുള്ളത്. ഈ ഒരു കാര്യം നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ആ ഒരു പ്രൊസീജിയറിലൂടെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഇയർ എഴുതി ക്യാഷ് ഇൻഫ്ലോ ഓഫ് ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറഞ്ഞില്ല 10% ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് വെച്ചിട്ട് ഓരോ കൊല്ലത്തെയും പ്രസൻറ്റ് വാല്യൂ എന്നുള്ള സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇയറിനകത്ത് 10,000 എല്ലാ കൊല്ലവും 10,000 വെച്ചിട്ട് നമുക്കതാണ് സെക്കൻഡ് ഇയർ കിട്ടുള്ള വാല്യൂ, ദെൻ തേർഡ് ഇയറിൽ 10,000, ദെൻ തേർഡ് ഇയറിൻ്റെ വാല്യൂ, ഈ മൊത്തം വാല്യൂ നമ്മളിന്ന് കൂട്ടി ഇവിടെ ആഡ് ചെയ്തിട്ട് ഇടുന്നു. ഓക്കെ, അപ്പോൾ അറൗണ്ട് നമുക്ക് ആ ഒരു വാല്യൂ തന്നെ കിട്ടും. ഇവിടെ 31,690 വന്നിട്ടുള്ളത് 31,700 ആക്കിയിട്ട് നമുക്ക് അറൗണ്ട് ആക്കിയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വാല്യൂ മൊത്തം കൂട്ടിയിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇല്ലേ, അതായത് ഈ ഒരു പ്രസൻറ്റ് വാല്യൂ കംപ്ലീറ്റ് ആയിട്ട് കൂട്ടിയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 3.169 എന്നുള്ളത്. അതാണ് നമുക്ക് നേരത്തെ ആൻഡ് ടേബിൾ നോക്കിയിട്ട് അതേ ഒരു വാല്യൂ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞില്ല. കാരണം ഇവിടെ ക്യാഷ് ഇൻഫ്ലോ ഒന്നും എല്ലാ വർഷവും ഈക്വൽ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ ആണല്ലോ, അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് നമുക്കൊന്ന് ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് ഒരു മെത്തേഡിനെ പറയുന്നു. ഈ മെത്തേഡ് എപ്പോൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ, ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ആവുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ ഈ ഒരു മെത്തേഡ് എന്നുള്ളത് അപ്ലൈ ചെയ്യുള്ളൂ. ഇനി NPVൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും കൂടി നമുക്കൊന്ന് വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. NPV എന്നത് ടൈം വാല്യൂ ഓഫ് മണി പരിഗണിക്കുന്നുണ്ട്. കാരണം ഇത് മോഡേൺ മെത്തേഡാണ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് മെത്തേഡാണ്. ഇറ്റ് കൺസിഡർ ദ ക്യാഷ് ഫ്ലോ സ്ട്രീം ഓവർ ദ എൻറ്റയർ ലൈഫിൻ്റെ ക്യാഷ് ഇൻഫ്ലോയുടെ പരിഗണിക്കുന്നുണ്ട്. ഫോക്കസ് അറ്റൻഷൻ ഓൺ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ മാക്സിമൈസേഷൻ ദ വെൽത്ത് ഓഫ് ദ ഫേം. ഫേമിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതാണത് NPV എന്ന് പറഞ്ഞാൽ. NPV പോസിറ്റീവാണ്, ഫിഗർ കൂടുതലാണെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് എന്താണ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ദിസ് മെത്തേഡ് ഈസ് മോർ സൂട്ടബിൾ വെൻ ക്യാഷ് ഇൻഫ്ലോസ് ആർ നോട്ട് യൂണിഫോം. ക്യാഷ് ഇൻഫ്ലോ യൂണിഫോം അല്ല എങ്കിലാണ് ഈ ഒരു മെത്തേഡ് കൂടുതലായിട്ടുള്ള സൂട്ടബിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഹൈലി ദിസ് മെത്തേഡ് ജനറലി പ്രിഫേർഡ് ബൈ എക്കണോമിസ്റ്റ് പ്രിഫർ ചെയ്യുന്ന മെത്തേഡാണ്. ഹൈലി യൂസ്ഫുൾ ഇൻ കേസ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ലേ, അതായത് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റിനകത്തുള്ള ഡിസിഷൻ ക്രൈറ്റീരിയൽ ഡിസിഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് NPV ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ സന്ദർഭങ്ങളിലൊക്കെ NPV എന്ന് പറഞ്ഞാൽ ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് എന്നാണ് പറയുന്നത്. ഇനി ഒരു കോയിൻ രണ്ട് സൈഡ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ NPV കുറച്ച് ഡിസഡ്വാൻറ്റേജ് കൂടെ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദ മെത്തേഡ് മെ നോട്ട് പ്രൊവൈഡ് സാറ്റിസ്ഫാക്ടറി റിസൾട്ട് ഇൻ കേസ് ഓഫ് ടു പ്രൊജക്റ്റ് ഹാവിങ് ദ ഡിഫറൻറ്റ് യൂസ്ഫുൾ ലൈഫ്. അതായത് രണ്ട് പ്രൊജക്റ്റിന് വ്യത്യസ്തമായിട്ടുള്ള യൂസ്ഫുൾ ലൈഫ് ഉള്ളത്, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ നേരത്തെ പ്രോബ്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രോബ്ലത്തിനകത്ത് ഇവിടെ എന്താണ്, പ്രൊജക്റ്റ് എൻ്റെയും പ്രൊജക്റ്റ് ബിൻ്റെയും ഇവിടുത്തെ പ്രിസ്യൂംഡ് ദാറ്റ് ദ ലൈഫ് ഓഫ് ബോത്ത് പ്രൊജക്റ്റ് ഈസ് 5 years. രണ്ട് പ്രൊജക്റ്റിൻ്റെയും കാലയളവ് അല്ലെങ്കിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ 5 കൊല്ലമാണ് ആണെങ്കിലാണ് നമ്മൾ NPV എന്നുള്ളത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ അങ്ങനെ അല്ല എങ്കിൽ ഇത് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡിഫറൻറ്റ് മെ നോട്ട് ബി സാറ്റിസ്ഫാക്ടറീസ് ഇൻ കേസ് ഓഫ് പ്രൊജക്റ്റ് ഹാവിങ് ദി ഡിഫറൻറ്റ് യൂസ്ഫുൾ ലൈഫ്സ്. 1 10 1 8 അങ്ങനെയാണെങ്കിൽ ഇത് അപ്ലിക്കബിൾ അല്ല എന്നാണ് പറഞ്ഞത്. ദിസ് മെത്തേഡ് ഈസ് നോട്ട് സൂട്ടബിൾ ഇൻ കേസ് ഓഫ് ദ പ്രൊജക്റ്റ് ഇൻവോൾവിങ് ഡിഫറൻറ്റ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇപ്പോൾ 2 പ്രൊജക്റ്റ് ഉണ്ട്, ഒന്നിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു എമൗണ്ട് ആണ്, മറ്റൊന്നും വേറൊരു എമൗണ്ട് ആണെങ്കിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അനിവാര്യമാണ്. ദ ഡിഫറൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ് വിൽ ഗിവ് ഡിഫറൻറ്റ് പ്രസൻറ്റ് വാല്യൂ such the relative desirability of the project will change with the change in the discount rate. അതായത് 10 ആണ് ഡിസ്കൗണ്ട് റേറ്റ് എന്നുള്ളത് 10% ആണ്, മറ്റത് 12% നമ്മുടെ റിസൾട്ട് ചിലപ്പോൾ എന്താണ് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സെലക്ട് ദ ഡിസ്കൗണ്ട് റേറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളത് എന്താണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ദെൻ ഇറ്റ് ഇൻവോൾവ് ദ കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. മറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള മുൻപത്തെ മെത്തേഡൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത് NPV അല്ലെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആണ്. ടൈം പരിഗണിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് മെത്തേഡിനകത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട മെത്തേഡാണ് ഈ ഒരു NPV മെത്തേഡ് എന്നുള്ളത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള
ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. പിന്നെ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഇനിയുള്ള ക്ലാസ്സുകൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഡിസ്കൗണ്ടഡ് മെത്തേഡിനകത്ത് നെക്സ്റ്റ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ പോലെയുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് പോലെയുള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.